നിങ്ങളാണ് പറഞ്ഞ് മീശ വെച്ച് നടന്നാ പോരുന്നത്, ഇല്ലെങ്കിൽ വടിച്ചു കയറി എന്നെ പോലെ. സജീവ പടകൾ അടക്കം പറഞ്ഞ ഷഫീഖ് ഭായ് മീശ താടിയുണ്ട്, ചങ്കൂച്ചില്ല. ആണോ അല്ലേ? ഒരു സാധനം ലക്ഷ്യം വെച്ചാ അത് നേടിയിട്ട് തിരിച്ചു കയറാൻ പാടുന്നേ ആണോ? ഇത് കുറച്ച് പോയിട്ട് അയ്യോ അതല്ല ഹീറോയിസം ആണോ? അതല്ല അത് അല്ലെ? എന്താ സിംഹത്തിന്റെ ഗുണം? എന്താ ഗുണം? ഒരു ഇരയെ ലക്ഷ്യം വെച്ചാൽ അതിനെ പിടിച്ചിട്ട് അവനടങ്ങൂ. അതുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവായത്. നിങ്ങളോ ആരാ പറ കേട്ടിട്ട് ആരാ നിങ്ങൾ അല്ലേ? ഞാൻ പറയുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയേ. നിങ്ങൾ ആര് കൊണ്ട് തരുമെന്ന് വിചാരിച്ചിട്ടിരിക്കണേ? ഇത് ആര് തരുമെന്ന് വിചാരിച്ചിട്ടിരിക്കണേ? ആരത് രക്ഷിക്കാൻ വരുന്നേ? ഇത്രയ്ക്കും നല്ലൊരു അവസരം കിട്ടിയിട്ടും ഇനി ആര് തരാനാണ് എന്ന് വിചാരിച്ചിരിക്കണേ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഒക്കെ ഒരു ഭാഗമാവണം. ഞാൻ പറയുന്നില്ലേ, ഇതിൽ എത്താൻ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക. ഒന്ന് ഇറങ്ങി അടിച്ചാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഗുണം എന്നറിയോ? എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, നമ്മൾക്ക് സ്വർഗത്തിൽ ജീവിക്കണം. പക്ഷേ ആ സ്വർഗത്തിൽ ജീവിക്കണം എന്ത് വേണം? മരിക്കണം അല്ലേ? മരിച്ചാലേ സ്വർഗം കിട്ടിയാൽ അല്ലേ? പക്ഷേ ജീവിച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ ജീവിക്കണം എന്ത് വേണം? യേശുപ്പേടിന്റെ 17ാമത്തെ റാങ്കിൽ ആദ്യം എത്തണം. അത് ദൈവത്തിന് അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കിട്ടൂ. അതിന് ഈ പവറ് പോരാ കേട്ടോ അല്ലെ? ഈ പവറ് പോരതിന് എന്ത് ചെയ്യണം? ഒറ്റക്കാരും നാളെ മുതൽ ഇറങ്ങണം. നേടിയിട്ട് തിരിച്ചു കയറും അല്ലെ? 7 മാസത്തിനുള്ളിൽ ഞാൻ നേടിയിട്ട് തിരിച്ചു കയറുമെന്ന ആ ഒരു ഉറപ്പുണ്ടെങ്കിലും, ഒരൊറ്റ ഉറപ്പ്, അത് നിങ്ങൾ നിങ്ങളോട് കൊടുക്കുന്നത് ആ ഉറപ്പുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഇന്നർ പാരന്റ് നിങ്ങളെ ആ കുട്ടിയില്ലേ, ആ കുട്ടിയോട് പറയാ, എടാ ലോജിക് ബ്രെയിൻ പറയും ഞാൻ നിന്റെ കൂടെ. അപ്പൊ അവരെന്ത് ചെയ്യും? അവനങ്ങള് ആ ഒരു ഈ സാധനമില്ലേ, ഏത് പ്ലേഫുൾസിന്റെ ഓപ്പോസിറ്റ് ആരാ? വൂണ്ടഡ് ചൈൽഡ് മാറ്റി വെച്ചിട്ട് ഈ പ്ലേഫുൾ ചൈൽഡും ലോജിക് ബ്രെയിനിൽ ഇറങ്ങും. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാവില്ല അല്ലേ? ആ തയ്യാറാവുന്ന ദിവസമാണ് ഇന്ന്. ഉണ്ടോ? പോരുന്നുണ്ടോ നിങ്ങളുടെ കൂടെ? എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? 10-ാം തീയതി, ഈ 10-ാം തീയതി ആ ഒരു ചിറ്റലപ്പള്ളി സ്ക്വയറിൽ വരുമ്പോ 5+1 6 ആളായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? കണ്ടിക്കേണ്ട ബംഗാളികളല്ല, അവർക്ക് ഒരു ഉരുളക്കിഴങ്ങ് മേടിച്ച് അവരല്ല വേണ്ടത് അല്ലെ? 5 സെയിൽ ചെയ്ത് അവരെ കൊണ്ട് ചിറ്റലപ്പള്ളി പറഞ്ഞ പൂന്റെ മക്കളെ നിങ്ങൾ 1-ാം ഘട്ടം കഴിയുന്നു. ഉണ്ടോ? റെഡി? തുടങ്ങാൻ നമുക്കില്ലേ? നമുക്ക് ഇവിടെ ഇന്ന് അംഗം കുറിക്കാം. ആരോടാ അംഗം കുറിക്കണ്ടേ? നമ്മളോട് തന്നെ അല്ലെ? നമ്മളാകുന്ന നമ്മളൊരു അംഗം കുറിക്കണ്ടേ? ഞാൻ ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞില്ലേ? തുടങ്ങല്ലേ അല്ലെ? ഈ ഒരു വില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തീർന്നു അല്ലെ? ഈ ഒരൊറ്റ ചിന്ത മതി. ഒന്ന് ആലോചിക്ക്, 2 കോടിയെങ്കില വെറുതെ തരാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആര് പറഞ്ഞു വേണമെന്ന്? റെഡി? ഒന്ന് ചാടി എഴുതട്ടെ. ഇല്ല വേണ്ടത് ചാടി എഴുതട്ടെ. ചാടി വിളിക്കുന്നത്. അല്ലെ? നമ്മുടെ നെക്സ്റ്റ് പ്രോജക്ട് കാലിക്കറ്റ് സമൂഹമാണ്. ഓക്കെ, അടുത്ത പ്രൊജക്ട് ലോഞ്ചിലേക്ക് വരുമ്പോ അപ്പൊ ഇനി ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഇന്ന് ആ ഒരു ഓഫർ തീരുമ്പോ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് അറൈസസ് ഫ്രം സിഒ ബ്രെയിൻ അല്ലെ? ആ ഒരു സിഒ ബ്രെയിനിന്റെ സഹായത്തോടു കൂടി എനിക്കും വേണം ഒരു ബൈ വൺ ഗെറ്റ് വൺ. എനിക്കും വേണം ഈ 1.25 കോടിയുടെ ഷെയർ. കാശത്ത് നാളെ വരുമേ അങ്ങനെ കരുതി ഞാൻ ഇതിലുണ്ടെന്ന് പറഞ്ഞ് ചങ്കുറ്റത്തോടു കൂടി
ഇരിക്കട്ടെ, എന്റെ പൈസയും പണിയെടുക്കട്ടെ, ഞാനും പണിയെടുക്കാറുണ്ട്. ഇവിടെ എന്താ നിങ്ങൾക്കൊരു കുഴപ്പമെന്നറിയാം? ഇത് ഇവിടുന്ന് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിൽ പൈസ വേണ്ട. ലീറ്റാക്കാശ് കോട്ടയിൽ ഇവിടെ കാശ് വെച്ചിട്ടല്ല, റാഫി വാങ്ങിയ പൈസ വെച്ചിട്ടല്ല, ശിവദാസൻ പൈസ വെച്ചിട്ടല്ല. ഇവരൊക്കെ അതിനുവേണ്ടി തയ്യാറെടുത്ത് പൈസ അവർ കയ്യിൽ വന്നു ചേർത്തതാ. അതാ പറഞ്ഞത്, പണം നമ്മളൊരു കാര്യമാകല്ലേ, നമ്മൾ അത്രയും ആഗ്രഹിക്കുമ്പോൾ പണം നമ്മുടെ കയ്യിലേക്ക് പ്രബന്ധം കൊണ്ടുതരും. കൈ വെച്ചിട്ടല്ലേ, അത് കൊണ്ടുതരുന്നേ. ഒരു അങ്ങനെ വിശ്വസിക്കും നിങ്ങൾ. ഓക്കെ, യെസ്. അപ്പോ റെപ്റ്റൈൽ ബ്രെയിൻ എന്താ ചിന്തിക്കുന്നത്? ഹൗ കെൻ ഐ സർവൈവ്, എങ്ങനെ ജീവിച്ചു പോകണം. ദെൻ ഇമോഷൻ ബ്രെയിൻ, വാട്ട് ഈസ് ഫീലിംഗ്, വീണ്ടും തോറ്റുപോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ദൈവമേ. ഇത് ഇമോഷൻ ബ്രെയിൻ ചിന്തിക്കുമ്പോ സിയോ ബ്രെയിൻ, ഹൗ കെൻ ഐ ഗ്രോ ബിഗർ. ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ ചിന്തിക്കുന്നത്? ഹൗ കെൻ ഐ ഗ്രോ ബിഗർ, അല്ലെ? എനിക്ക് വലുതാവണം, വലുതായേ പറ്റൂ, അല്ലെ? എന്ന രീതിയിൽ ചിന്തിക്കാൻ മോർ മണി കംസ് ഡിപ്പെൻഡിങ് ഓൺ ഹു ഈസ് ഓൺ യുവർ ഡ്രൈവിംഗ് സീറ്റ്. എന്താ പറഞ്ഞേ? മോർ മണി, കൂടുതൽ പണം, ഡിപ്പെൻഡ്സ് ഓൺ ഹു ഈസ് യുവർ ഡ്രൈവിംഗ് സീറ്റ്. ഐ ആം ആസ്കിംഗ് റിപ്പീറ്റ്ലി, ഹു ഈസ് യുവർ ഡ്രൈവിംഗ് സീറ്റ്? ഹു ഈസ് യുവർ ഡ്രൈവിംഗ് സീറ്റ്? ലോജിക് ബ്രെയിൻ. റെഡി? ലോജിക് ബ്രെയിൻ സെറ്റ്. ഇനി അവിടെ താഴ്ത്തി ഇറങ്ങോ? നാളെ രാവിലെ, അല്ലെ? നാളെ രാവിലെ ഇവൻ രാത്രി ഉറങ്ങുമ്പോൾ താഴത്തേക്ക് ഇറങ്ങും, അല്ലെ? രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ആദ്യം തന്നെ രട്ടക്കാര്യമായിട്ടുള്ളൂ. എന്ത് ചെയ്യണം? എന്ത് പറയണ കാലത്ത് എഴുന്നേറ്റ് അയാമേ ഒന്ന് പറഞ്ഞേ. അയാമേ പിന്നെന്ത് പറയണം? എന്ത് പറയണം? യെസ്, ശ്രദ്ധിച്ചോ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ കൈ ചുരുട്ടിപ്പിടിച്ച് എന്തിനാണെന്നറിയോ? ഈ പ്ലേഫുൾ ചെയ്ത കൂടെ കൂട്ടാൻ ഒറ്റ കാര്യം ചെയ്യുള്ളൂ. ഈ കൈ മുറുകെ പിടിച്ചതാണ്. ഈ സാധനമല്ലോ രാവിലെ 10 പ്രാവശ്യം ചെയ്തെങ്കിൽ അറിയാം, ഇവൻ പിന്നെ താഴേക്ക് അറിയില്ലെന്നേ. ഇതൊക്കെ ചെയ്തിട്ടവന്ന് പറയണം, അല്ലെ? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാം. ഒരു 5 ടൂവിനെ വിളിച്ച് അല്ലെ? ഇതങ്ങോട്ട് കേറുമ്പോണ്ടല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ എത്തും? രാവിലെ എഴുന്നേറ്റ് നമ്മൾ എവിടെ എത്തും? പർപ്പസ് നമ്മൾ അറിയാതെ നമ്മൾ നേരെ ലോജിക്കിലേക്ക് പോകിണ്ടെന്നേ, അല്ലേ? ഒന്ന് ആലോചിച്ച്. രാവിലെ എഴുന്നേറ്റ് ഐ എം എ ട്യൂസ്ഡേ വിന്നർ, ഡു ഇറ്റ് നൗ. ഐ എം എ ട്യൂസ്ഡേ വിന്നർ, ഡു ഇറ്റ് നൗ. അപ്പൊ വേണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലോജിക്കിലേക്ക് കയറി ആണോ? ഇത്രയുള്ളൂ പണി. ഇതേയുള്ളൂ. ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിക്കണ്ട ഇമോഷൻ ബ്രെയിനിൽ പിടിച്ച് നിങ്ങളെ ലോക്കാക്കും. ഇതാ പ്രശ്നം. ഇമോഷൻ കഴിഞ്ഞ് മുണ്ടെടുത്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്താൽ തീർന്നു, അല്ലേ? അപ്പൊ അതുകൊണ്ട് തീരുമാനമെടുക്കുക, ഏതാണ് വേണ്ടത്, എന്താണ് വേണ്ടത്, അല്ലേ? അപ്പൊ എന്തായാലും നമ്മളിന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം ചോദിക്കാനുണ്ട്. ഇന്ന് ഞാൻ മാത്രം പണിയെടുക്കാൻ പോലെ ഒരു കസ്റ്റമർക്ക് ചെല്ലുമ്പോൾ അവരോട് സത്യസന്ധമായിട്ട് ഞാനും ഇതിന്റെ ഭാഗമാണെന്ന് പറയാം, അല്ലെ? ഇന്ന് ഈ ഓഫർ അവസാനിക്കുമ്പോൾ ആരുണ്ട് ഇതില് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഇന്നത്തെ ആ ഓഫർ തരാൻ വേണ്ടി. അത് മാത്രമല്ല, നമ്മുടെ ഈ കാർ സീറ്റ് പേഡ് എത്ര അത് 60 തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 6500 അടച്ചൂരിന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോ, 2500 അടച്ചൂര്, ബാക്കി 4000 രൂപ അടച്ചാൽ അത് ഇതിന്റെ ഉള്ളിൽ കിട്ടും. മേടിച്ചു പോയിക്കോട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, പ്ലീസ് കം. അതോടൊപ്പം നിന്ന്